ശബരിമല തീർത്ഥാടന കാലത്തിന്റെ അവസാനഘട്ട ഒരുക്കം വിലയിരുത്തി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം. തീർത്ഥാടകർക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയൊരുക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ദർശനത്തിനെത്തുന്ന മുഴുവൻ തീർത്ഥാടകർക്കും അതിനുള്ള സൗകര്യം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായി എല്ലാ ഒരുക്കവും പൂർത്തീകരിച്ചതായി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത അവലോകന യോഗശേഷം ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. ഇത്തവണ ശബരിമലയിൽ എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സൗജന്യ ഇൻഷുറൻസ് കവറേജ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയുടെ കവറേജാണ് നൽകുക. സുപ്രധാനമായ ഒരു കാര്യം ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയ ഒരു ഇൻഷുറൻസ് സ്കീമാണ്. അവിടെ എത്തിച്ചേരുന്ന ഏതെങ്കിലും അയ്യപ്പ ഭക്തൻ മരണപ്പെടുന്ന സാഹചര്യത്തിൽ 5 ലക്ഷം രൂപ അവരുടെ കുടുംബത്തിന് കൊടുക്കാനും ആരെങ്കിലും മരിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. സംഭവിച്ചാൽ അവരുടെ ബോഡി ഏത് നാട്ടിലായിരുന്നാലും മറുനാട്ടിൽ നിന്ന് വരുന്ന ഒരാൾ ആ ബോഡിൽ എത്തിക്കുന്നതോടെ വരെയുള്ള ചെലവ് ദേവസ്വം ബോർഡ് വഹിക്കും. ഇൻഷുറൻസിൻ്റെ പ്രീമിയം മുഴുവൻ ദേവസ്വം ബോർഡ് അടയ്ക്കും. അതോടൊപ്പം തന്നെ അതിന് 5 ലക്ഷം രൂപ കോമ്പൻസേഷൻ ഇവർക്ക് കിട്ടുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉറപ്പാക്കിയിരിക്കുന്നു എന്നതാണ് ഈ വർഷം സവിശേഷകരമായൊരു സാഹചര്യം ബോർഡ് പ്രത്യേകിച്ച് മുൻകൈ എടുത്ത് ചെയ്തു തീർത്തിരിക്കുന്നത് എന്ന കാര്യം അറിയിക്കുക. മുൻപ് ശബരിമലയിൽ ജോലി നോക്കി പരിചയമുള്ള ഉദ്യോഗസ്ഥരെ അടക്കം 13,600 പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. SP ശ്രീജിത്തിനാണ് മേൽനോട്ട ചുമതല. നോഡൽ ഓഫീസറായി അരുൺകുമാർ നായർ IAS നിയോഗിച്ചതായും മന്ത്രി പറഞ്ഞു. പ്രധാനമായും തീർത്ഥാടനം സുഗമമാക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കേണ്ടത് പോലീസ് സംവിധാനം. ADGP ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ 13,600 പോലീസുകാരെ വിന്യസിക്കാൻ തീരുമാനിച്ചു. അതിൽ 3 DIGമാർ, 15 SP-മാർ ഉൾപ്പെടെ പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് ശബരിമലയ്ക്ക് പ്രത്യേകിച്ച് നിയോഗിക്കാൻ ഇന്ന് തീരുമാനിച്ചത്. വെർച്വൽ ക്യൂവിന് പുറമെ 10,000 തീർത്ഥാടകരെ പ്രവേശിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി 3 കേന്ദ്രങ്ങളിൽ രേഖകൾ പരിശോധിക്കും. ഓൺലൈനായി ചേർന്ന യോഗത്തിൽ മന്ത്രിമാരായ K. രാജൻ, K. കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, GR അനിൽ, KB ഗണേഷ് കുമാർ, വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സാംജിത് ആർ പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.